സുനന്ദ പുഷ്കറിന്റെ മരണം സംബന്ധിച്ച ദുരൂഹതയ്ക്ക് ആഴമേറുന്നതിനിടെ ഇതു സംബന്ധിച്ച ഡൽഹി പോലീസിന്റെ കേസന്വേഷണം ഇനിയും നീണ്ടേക്കാൻ സാധ്യത. ശശി തരൂരിനെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ റിപ്പോർട്ട് പോലീസിനെ സഹായിക്കുമെങ്കിലും റിപ്പോർട്ട് അന്തിമമാവാൻ ഇടയില്ലെന്നാണ് സൂചന. നിലവിൽ പുറത്തുവന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമാണ്. വിസ്ര റിപ്പോർട്ടിന് ഇനിയും 3 ആഴ്ചയെങ്കിലും സമയമെടുക്കും. ഹിസ്റ്റോപാത്തോളജി റിപ്പോർട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സുനന്ദ അധികമായി അൽപ്രാക്സ് ഗുളികകൾ കഴിച്ചുവെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ അമിത് ഗുപ്തയും സംഘവും പോലീസും കരുതുന്നുണ്ടെങ്കിലും അത്രയും ഗുളികകൾ ഒന്നിച്ചാണോ കഴിച്ചതെന്ന് ഈ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നെങ്കിലേ വ്യക്തമാവൂ. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും അസ്വാഭാവികമായ ഒരു നീക്കവും സുനന്ദയുടെ റൂമിന് ചുറ്റും നടന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മുറിയിൽ മൃതദേഹം കിടന്നതിന്റെ ഫോട്ടോ പരിശോധിച്ചതിലൂടെ ബലപ്രയോഗത്തിന്റെ സാധ്യതയും ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം. ഭാര്യയുമായി തലേ ദിവസം വഴക്ക് നടന്നു എന്ന കാര്യം ശശി തരൂർ SDM-ന് നൽകിയ മൊഴിയിൽ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അതുമാത്രമായി കേസെടുക്കാനാവില്ലെന്നാണ് പോലീസ് കരുതുന്നത്. മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന പരുക്കുകൾക്ക് ഒരാഴ്ച മുതൽ 1 ദിവസം വരെ പഴക്കമുണ്ടെങ്കിലും അവയിൽ ഒന്നുപോലും മരണകാരണമാവില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. കൊലപാതക സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിലും ആത്മഹത്യ നടന്നോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അമിതമായ മരുന്നുപയോഗം സുനന്ദ ഒറ്റ ദിവസം കൊണ്ട് നടത്തിയതാണെന്നും അതിന് വഴിയൊരുക്കുന്ന ശാരീരികമോ മാനസികമോ ആയ പീഡനം അവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും തെളിയിക്കുകയാണ് പോലീസിന്റെ മുമ്പിലുള്ള വെല്ലുവിളി. സുനന്ദയുടെ മരണം അസ്വാഭാവികമാണെന്ന് വിധിയെഴുതപ്പെട്ട സാഹചര്യത്തിൽ തരൂരിന്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞതാവുകയാണ്. ആത്മഹത്യയാണെങ്കിൽ കേന്ദ്രമന്ത്രി രാജിവെച്ച് നിയമ നടപടികൾ നേരിടേണ്ടതായും വരും. മീഡിയ 1 ന്യൂഡൽഹി.